തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഡിജിപിയുടെ അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ട് ഈ മാസം സമർപ്പിക്കും. പൂരം കലങ്ങിയത് അറിഞ്ഞില്ല എന്ന് എഡിജിപി അജിത് കുമാർ മൊഴി നൽകി. ആർ അനന്തകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അനന്തൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക? ഈ സംഭവം അറിഞ്ഞതേ ഇല്ല എന്നാണല്ലോ എഡിജിപി എം ആർ അജിത് കുമാർ മൊഴി നൽകിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് മോത്തി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് നടത്തുന്ന അന്വേഷണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന എം ആർ അജിത് കുമാറിന് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ പരിധിയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ADGPയുടെ മൊഴിയാണ് ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയത്. ആ മൊഴിയിൽ ADGP പറയുന്നത് നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കാരണം രാത്രി 12 മണിയായപ്പോഴേക്കും ഉറങ്ങിപ്പോയി. അതിനുശേഷം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രശ്നവും താൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ തന്നെ ആ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു എന്നാണ് ADGPയുടെ മൊഴി. അതേസമയം മന്ത്രി K രാജൻ മൊഴി നൽകിയിരുന്നത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ, അങ്ങനെ അലങ്കോലപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ADGPക്ക് നൽകിയിരുന്നു. മാത്രമല്ല രാത്രിയിൽ ഈ പൂരപ്പറമ്പിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ADGP ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ ഫോൺ എടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ADGP അതിന് നൽകിയിരിക്കുന്ന മറുപടി രാത്രി 10:30 വരെ മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പൂരം അലങ്കോലമാകാൻ സാധ്യതയുണ്ട് എന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും ADGP സമ്മതിക്കുന്നുണ്ട്. ഈ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. പക്ഷേ 12 മണിക്ക് ശേഷം താൻ ഉറങ്ങിപ്പോയി എന്നാണ് ADGP മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും പ്രത്യക്ഷത്തിൽ തന്നെ ADGPയുടെ ഒരു വീഴ്ച ഈ മൊഴിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അനന്തകൃഷ്ണൻ, ഞാൻ അതാണ് സൂചിപ്പിക്കാൻ വന്നത്. അങ്ങനെ അത്രയും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പെരുമാറ്റമാണോ ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്? പൂരം കലക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മന്ത്രി തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ആശയം സംവദിച്ചതിന് ശേഷവും ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരാൾ അത് അങ്ങനെ ഒരു സ്ഥാനത്തിന് അർഹനാണോ? തീർച്ചയായിട്ടും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ADGP എം ആർ അജിത് കുമാറിന് അതിൽ വീഴ്ച സംഭവിച്ചു എന്ന് നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി കണ്ടെത്തുകയും അത് പ്രാഥമിക റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഏതായാലും ADGPയുടെ മൊഴിയിൽ തന്നെ പരോക്ഷമായെങ്കിലും ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ തുറന്ന് സമ്മതിക്കുകയാണ്. പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തൃശൂർ ഉണ്ടായിട്ട് പോലും വലിയ ഒരു പ്രശ്നം പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് അതിൽ ഇടപെട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. ഏതായാലും ഈ വീഴ്ച മുൻനിർത്തി തന്നെയായിരിക്കും സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് റിപ്പോർട്ട് നൽകുക. അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് ഈ മാസം തന്നെ റിപ്പോർട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് വിരമിക്കാൻ കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകും. ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നേരത്തെ മനോജ് എബ്രഹാം അന്വേഷണം നടത്തിയിരുന്നു. മറ്റ് പോലീസ് ഇതര വകുപ്പുകൾക്ക് അതിൽ വീഴ്ചയുണ്ടോ എന്നുള്ളതായിരുന്നു അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു. ഇനി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൂടി പൂർത്തിയാകാനുണ്ട്. മോത്തി.